Hello. Good afternoon. Chapter Front Office Department Functions. Another good afternoon. Number chapter 8. Chapter name Front Office Department. Office Department of Functions. Okay, good afternoon. അപ്പോൾ നമ്മൾക്ക് കുറച്ചുപേരെ എടുത്തു അല്ലെ, നിങ്ങൾ വായിച്ചു നോക്കിയാലോ ഫ്രണ്ട് ഓഫീസ്? അപ്പൊ ഫ്രണ്ട് ഓഫീസ് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? നിങ്ങൾ എടുത്തോളം വരെ വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നോ വായിച്ചിട്ട്? നിങ്ങൾക്ക് കുഴപ്പമില്ല, മനസ്സിലായി പോകുന്നുണ്ടായിരുന്നോ? ഓക്കെ, അപ്പോ നമുക്ക് കുറച്ച് കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മളിപ്പോ ഫ്രണ്ട് ഓഫീസിലെ കുറച്ച് കാര്യങ്ങളാണ് അതായത് മനസ്സിലാവുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിലെന്താ പ്രധാനമായിട്ടും പറഞ്ഞത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ പേഷ്യൻസ് കസ്റ്റമർ എന്ന നിലയിൽ ആ പേഷ്യൻസിനെ നിന്ന് കളക്ട് ചെയ്യുന്ന കുറെ ഡാറ്റാസും പിന്നെ അവര് സെൻട്രൽ പോയിന്റ് ആയിട്ടല്ലേ ഡോക്ടേഴ്സിനും നഴ്സിനും എല്ലാം ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് ഇവര് വർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പേഷ്യൻസിനോടൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇടപഴകിയിട്ട് എന്താ പറയുക വിവരങ്ങൾ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇനി കണ്ടിന്യൂ ആയിട്ട് എടുക്കാനുള്ളത് എന്താണ്? വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് അല്ലെ, ഇവിടെ തുടങ്ങിയല്ലേ നമുക്ക് എടുക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് അല്ലേ? അല്ലേ, വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് തുടങ്ങിയല്ലേ നമുക്ക് ഇനി ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള. അപ്പോ ഒരു ചെറിയൊരു എന്താ പറയുക സൈറ്റിന് ഒരു ചെറിയ പ്രോബ്ലംസ് ഉള്ളതാണ്. ഞാനൊന്ന് താഴെ നോക്കി വായിക്കാൻ കുഴപ്പമില്ല. നിങ്ങളുടെ ക്ലാസ് ഒക്കെ നിങ്ങളുടെ എന്താ പറയുക ഫേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. നോക്കാം എന്താണ് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. അതിലെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ്. സോറി, ചെയ്തിട്ട് ചിലർക്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസ് ഉണ്ടാവും. ഓൾറെഡി നിങ്ങളുടെ അൺമ്യൂട്ട് ആവും, ഒപ്പാണല്ലോ. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റൽ ഫങ്ഷൻസ് ആണ് അറിയാനുള്ളത്. അപ്പം അതിലെന്താണ് പ്രധാനമായിട്ട് പറയുന്നത് എന്താന്ന് നോക്കാം. ടു ഐഡന്റിഫൈ പ്രധാനപ്പെട്ട ഫ്രണ്ട് ഓഫീസിൽ റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കേണ്ട പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ കസ്റ്റമർ ആയിട്ട് വരുന്ന വ്യക്തിയുടെ അവരുടെ പ്രോബ്ലം എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക അല്ലെ. നമ്മൾ ചിലപ്പോൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാവും, എന്താണ് മാറ്റർ എന്നുള്ളത് ആണ് ആദ്യം തന്നെ അനലൈസ് ചെയ്യേണ്ടത്. ആ കസ്റ്റമറിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ സെക്കൻഡ് പോയിന്റ്, റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺസ് ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്. കസ്റ്റമറിന്റെ കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് വരുന്ന പേഷ്യൻസ് ഇൻ കേസ് വരുന്നതായിട്ട് പറയാനാണ് നിങ്ങളുടെ ഇവിടെ പ്രോബ്ലംസ് ഉണ്ട്. അതായത് വെയിറ്റിംഗ് ഏരിയയിൽ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു, ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻസുകൾ അവർ പറയുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്താണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാൻ പരിശോധിച്ചറിയണം. Then discover techniques to cultivate and maintain special customer relationship. നമ്മള് നേരെ പറഞ്ഞ ഒരു പേഷ്യന്റ് പിന്നെ നമ്മളല്ലെ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുന്നത് വ്യത്യസ്ത കഴിവുകളോട് കൂടിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം റിസപ്ഷനിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു ഫംഗ്ഷൻ അവരുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കസ്റ്റമറിനെ ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് അല്ലെ. അപ്പോ അതിൽ പറയുന്നത് ഏറ്റവും മീൻസ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്നുള്ള മീനിങ്, പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് പ്രവർത്തനങ്ങൾ എന്നുള്ള മീനിങ്ങിലാണ്. ഓക്കെ, ഇതിന്റെ പേര് സോളി SOLY. ഓക്കെ, അപ്പൊ എന്താ പറയുക? ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. അവരോട് ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമുക്കിപ്പോ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയി പോയാൽ മാത്രമാണ് എന്താ പറയുക നമ്മുടെ ഹോസ്പിറ്റല് നന്നായിട്ട് റണ്ണിങ് ആവുള്ളൂ അല്ലെ. അതിന്
ഒരു ബിസിനസ് നേച്ചറിലാണ് ഹോസ്പിറ്റൽ. അപ്പൊ ആ ഹോസ്പിറ്റലിലേക്ക് കസ്റ്റമേഴ്സ് വരണമെങ്കിൽ എന്താണ് ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് റിസപ്ഷനിസ്റ്റും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതാണ് പറയുന്നത് ഡിസ്കവർ ടെക്നിക് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ചിലപ്പോൾ ചില രോഗികൾ ഫസ്റ്റ് ടൈം ആണ് വിസിറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഏത് ഡോക്ടറാണ്, എങ്ങനെയാണ് നിങ്ങൾ വന്നത്, എന്തെങ്കിലും റിലേഷൻഷിപ്പ് ബേസിലാണോ നിങ്ങൾ ഇവിടെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മളൊരു കുശലാന്വേഷണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ മാത്രമേ റിസപ്ഷനിസ്റ്റ് ആ ഒരു റിലേഷൻഷിപ്പ് ക്യാച്ച് ചെയ്യുക. അതല്ലെങ്കിൽ അതേപോലെ തന്നെ ചിലപ്പോഴെങ്കിലും സെക്കൻഡ് ടൈം ഒക്കെയാണ് ഡോക്ടർ വരുന്നതെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡോക്ടർ ആദ്യം വന്ന് പോയിട്ട് ഓക്കെ ആണോ, ഇത് ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു റിലേഷൻഷിപ്പ് ഇവരോട് ഡീൽ ചെയ്യും. അതായത് കസ്റ്റമറിനോട് ഒപ്പം ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിക്കണം. അത് ഒരു ടെക്നിക്കാണ്. അത് അവരുടെ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ചിലപ്പോൾ ആണെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോടെ ചിലപ്പോൾ ഇവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ശാദീന് പോകുമ്പോൾ കൊച്ചിനോടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ച് കുശലാന്വേഷണം കൊടുത്തിട്ടാണെങ്കിലും വിടാം. അതൊരു അവർക്ക് സാറ്റിസ്ഫൈഡ് ചെയ്ത് വിടുന്നതിന് ഒരു തുല്യമാണ്. വീണ്ടും അവർക്ക് എന്താ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരാനായിട്ടുള്ള ഒരു ചാൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു തുല്യമായ ഒരു കാര്യമാണ് ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. അവരോട് ഒരു ബന്ധം സ്ഥാപിക്കുക എന്നത്. തന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നു assess your communication style and use two-way communication skills to level with the people, to accept feedback from them and to discuss the problems. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എന്താ പറയുക റിസപ്ഷനിസ്റ്റ് ആണെങ്കിലും അവരുടെ ചോദിക്കുന്നതിനനുസരിച്ച് അവർ ആൻസർ പറയും അല്ലെ. അതേപോലെ തന്നെ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡിസ്ചാർജ് ചെയ്ത് പോയി ഇൻ കേസ് നെക്സ്റ്റ് ടൈമിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോയിട്ട് എങ്ങനെയായിരുന്നോ, ബെറ്റർ ആയിരുന്നോ, ഇത്ര നമുക്ക് പെയിൻ ഒന്നും കുറഞ്ഞോ, അങ്ങനെ എന്തെങ്കിലും ഫീഡ്ബാക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് അവരോട് ചോദിച്ചറിയണം. ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലംസ് ഇൻ കേസ് നമ്മളിപ്പോ ഫസ്റ്റ്ലി ജസ്റ്റ് ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയുള്ളൂ ഈ പേഷ്യന്റ്, അപ്പൊ തന്നെ ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ രോഗത്തിന് എന്തെങ്കിലും അസസ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിഷയം അല്ലെ, നമ്മുടെ അസസ്മെന്റ് എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് വിശേഷങ്ങൾ ചോദിച്ചറിയാനുള്ള വിവരം അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ വിവരങ്ങൾ ചോദിച്ചറിയുക. അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ ആശയവിനിമയത്തിൽ നിന്നും കുറച്ച് വിവരങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ and use two-way communication skills to level with the people to accept the feedback from them. അതിലൂടെ എന്താണ് അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ തിരിച്ചറിയാനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് ഈ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കണം, ഫീഡ്ബാക്ക് ഒക്കെ അറിയാൻ സാധിക്കണം. ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലംസ് ഇൻ കേസ് നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫസ്റ്റ് ടൈം ഒന്ന് പോയി ഡോക്ടറെ കണ്ട് ഡിസ്ചാർജ് ചെയ്ത് പോയി, പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ആ പേഷ്യന്റിന് രോഗം എന്തെങ്കിലും കൂടുതലൊക്കെ വരികയാണ്. അപ്പൊ അവർ പെട്ടെന്ന് തന്നെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പൊ നമുക്ക് സാധാരണയായിട്ട് പേഷ്യൻസിന് ഭയങ്കര ഫീലിങ്സ് അറിയാലേ, പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ടതായിട്ട് വരും. അപ്പൊ അവരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ, എന്താണ് പ്രോബ്ലം സംഭവിച്ചത്, ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത്, അപ്പൊ പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് കാണിക്കേണ്ടതുണ്ടോ, അത് അവരുടെ ആ പ്രോബ്ലംസ് നമ്മൾ ചോദിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത്. ഫീഡ്ബാക്ക് അറിയേണ്ടടുത്ത് അറിയുക, ഇൻ കേസ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് കാണിക്കേണ്ടതുണ്ടെങ്കിൽ കാണിക്കുക. എന്തായാലും അതൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ, അതായത് ആശയവിനിമയത്തോട് കൂടിയിട്ട് സാധ്യമാക്കുന്ന ഒരു പ്രവർത്തനമാണെന്ന് പറയുന്നത്. അതൊരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ കൂടിയാണ്. തന്നെ നെക്സ്റ്റ് പറയുന്നു ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ഡേറ്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ നമുക്കിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സർവീസ് ആയിട്ടുള്ള അല്ലെ, നമ്മൾ കസ്റ്റമർ സർവീസ് പോലെയുള്ള സേവനങ്ങളൊക്കെ ഇപ്പൊ ഫസ്റ്റ് ടൈം വന്ന് കണ്ടു, അധികം താമസിയാതെ തന്നെ പെട്ടെന്ന് വരേണ്ട വന്നു, അപ്പൊ അവർക്ക് അധികം ഡിലേ ഇല്ലാതെ തന്നെ ഡോക്ടറെ വിസിറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സേവനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് പ്രോബ്ലംസ് കസ്റ്റമറിന് വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം പോലുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ്, എന്തെങ്കിലും അവൈലബിലിറ്റി അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് അപ്ഡേറ്റ് ട്രീറ്റ്മെന്റ്, അവർക്ക് ട്രീറ്റ്മെന്റ് അനുവദിച്ചു. ഇതെല്ലാം എന്താണ് വൈറ്റൽ ഫങ്ഷൻസ്. അപ്പൊ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഓക്കെ, ഇത് സാധാരണയായിട്ട് നമ്മളുടെ ഫ്രണ്ട് ഓഫീസിലെ പേഴ്സൺ ഇങ്ങനെ ഓരോരോ നമ്മൾ പറയാനും ഒരുപാട് ഏബിൾ ആയിരിക്കണം, കുറെ വിനയമുണ്ടായിരിക്കണം, അങ്ങനെ ഓരോന്ന് പറയുന്ന പോലെ തന്നെ ഇതും ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണെന്നാണ് പറയുന്നത്. കസ്റ്റമേഴ്സിന് എന്താ പറയുക കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് ക്യാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫൈയോടുകൂടി പറഞ്ഞേക്കുക. അതല്ലെങ്കിൽ പെട്ടെന്നൊരു വീണ്ടും അവർക്ക് വരികയാണെങ്കിൽ അതിന്റെ പ്രോബ്ലം എന്താണെന്ന് ആരായുക, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾക്ക് പ്രദാനം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെയാണ് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ
ഫ്രണ്ട് ഓഫീസിൽ ക്ലിയർ ആണോ? ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തേ. നെക്സ്റ്റ് എന്താണ് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അവിടെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നു രജിസ്ട്രേഷൻ. ദ പേഷ്യന്റ് ഗസ്റ്റ് കമ്മിങ് ഫോർ ട്രീറ്റ്മെന്റ് ഓർ വില്ലിംഗ് ടു ഷോ എ കൺസൾട്ടന്റ്. അപ്പൊ അതിന് ഫസ്റ്റ് വൺ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ ഫംഗ്ഷൻ നടത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് വണ്ണിൽ പറയുന്നത്. അതായത് നമുക്ക് സാധാരണ അറിയാല്ലേ, പേഷ്യൻസ് വന്ന് ആദ്യം തന്നെ രജിസ്ട്രേഷൻ നടത്തേണ്ട ഒരു ചുമതലയാണ് പ്രധാനമായിട്ട് വരുന്നത്. അത് ഫസ്റ്റ് ടൈമിൽ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. Then a registration guest, the hospital needs to keep a complete list of a guest essential for other departments as well. അതായത് അവർക്ക് രജിസ്റ്റർ നടത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് പറയുന്നതോടൊപ്പം തന്നെ പറയാം കംപ്ലീറ്റ് രജിസ്റ്റർ അവർക്ക് എസെൻഷ്യൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. നമ്മളിപ്പോ ഫസ്റ്റ് ടൈം ആണോ ഡോക്ടറെ വിസിറ്റ് ചെയ്യുന്നത്, ഇൻ കേസ് വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയനോട് കൂടിയിട്ട് അല്ലെ ഇന്ന ഡോക്ടറെ കാണണം എന്ന് പറയുന്നത് കൊണ്ടാണോ, എന്തെങ്കിലും ഡയഗ്നോസിസ് എന്തെങ്കിലും രോഗനിർണയം നടത്തിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ, നിങ്ങൾ അതായത് മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, CRO ഫുൾഫിൽ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചറിയുന്നതാണ്. അപ്പൊ അതൊക്കെ തന്നെയാണ് രജിസ്ട്രേഷനിൽ നടക്കുന്നത്. നോക്കാം, മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, ബില്ലിംഗ്, വാർഡ് ഡയഗ്നോസ്റ്റിക്, അതായത് മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും റെക്കോർഡ് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, അഡ്മിഷൻ നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അല്ലെ നമ്മൾ ഒരു അഡ്മിഷൻ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരും. ദെൻ ബില്ലിംഗ്, അതുമായി ബന്ധപ്പെട്ട് എന്താണ് ബില്ലിംഗ് ഉണ്ടാവും. എന്താണ് രജിസ്ട്രേഷൻ തുടങ്ങി നമുക്ക് ബില്ലിംഗ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉണ്ടാവും. ദെൻ വാർഡ് ഡയഗ്നോസ്റ്റിക്, നമ്മളിപ്പോ രോഗം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന വാർഡിലേക്കാണ് അല്ലെ, ചിലപ്പോൾ കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ വിടുന്നത്. അപ്പൊ അതല്ല അത്തരം കാര്യങ്ങളെല്ലാം എന്താണ് രജിസ്ട്രേഷൻ ഗസ്റ്റിൽ ഉൾപ്പെടുത്തും. അതാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്. then സെക്കൻഡ് ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. എന്തൊക്കെയാണ് രജിസ്ട്രേഷന് വേണ്ട അടുത്ത ഒരു ഡേറ്റ എന്ന് പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റ. നമ്മൾ സാധാരണ പേഴ്സണലി നമ്മുടെ പേരും അല്ലെങ്കിൽ ലൊക്കാലിറ്റി ഇമേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. പേഴ്സണൽ ഡാറ്റ, എനി ഇൻഫോർമേഷൻസ് റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫയബിൾ നാച്ചുറൽ പേഴ്സൺ, എക്സാമ്പിൾ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, എക്സെട്ര. അതായത് നമ്മുടേതായിട്ടുള്ള പേഴ്സണലായിട്ട് നമ്മളിപ്പോ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതായത് എന്തെങ്കിലും ഫോൺ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം അവിടെ റെക്കോർഡ് ചെയ്യും. ഇതെല്ലാം എന്താണ് രജിസ്ട്രേഷൻ ഇതിലാണ് രജിസ്ട്രേഷൻ ഫംഗ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. then ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്. നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പേഷ്യന്റ് അല്ലെങ്കിൽ കസ്റ്റമർ കുറെ ഇൻഫോർമേഷൻസ് കൊടുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിനെ കൊണ്ടുള്ള ഓവറോൾ ഇംപ്രഷൻസ് ഒക്കെ കാണിച്ചു തരുന്ന റിസപ്ഷനിസ്റ്റ് ആണ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇന്നൊക്കെ ഇതുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു കാണുന്നത് ആരാണ്, റിസപ്ഷനിസ്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ അതാണ് പറയുന്നത് ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്. താരീഫ്, ഫസ്റ്റ് വൺ പറയുന്നത് താരീഫ്. ഫസ്റ്റ് വൺ പറയുന്നത് അതായത് എന്തെങ്കിലും താരിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നികുതി എന്നുള്ള മീനിങ്, അതായത് GST ആണ് ഇപ്പോൾ അല്ലെ നമ്മുടെ സിസ്റ്റം അനുസരിച്ചുള്ള GST ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇന്ന ചില കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ ആ എക്യുപ്മെന്റ്സിനോട് കൂടിയിട്ട് ഇന്ന GST ഒക്കെ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ കേരള ഗവൺമെന്റിൽ കേന്ദ്ര ഗവൺമെന്റിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഉണ്ട്, GST ഉണ്ട്, CGST ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള താരീഫുകളുണ്ട്. അപ്പൊ അതൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ഒരു നികുതി രീതികളുണ്ട് എന്നുള്ള ഇൻഫോർമേഷൻസ് നമ്മളെ കസ്റ്റമറിനെ മനസ്സിലാക്കി കൊടുക്കണം. ദെൻ സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, ഇപ്പൊ ഇൻ കേസ് ചില വ്യക്തികൾക്ക് ഇത്രയും മേജർ ഓവറായ പേഴ്സൺസിനൊക്കെ എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ ഇത്രയും ഇളവൊക്കെ അനുവദിക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻസ് എല്ലാം റിസപ്ഷനിസ്റ്റ് ആണ് നമ്മുടെ പേഷ്യൻസിനെ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ അതർ പാക്കേജസ്, ഇൻ കേസ് സീനിയർ സിറ്റിസൺസ് മാത്രമല്ല, ഇൻ കേസ് ചില കുട്ടികൾ ഒറ്റ പെൺകുട്ടിയാണെങ്കിൽ സൗജന്യ എന്തെങ്കിലും ഇതുകളൊക്കെ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻസ് അതായത് പേഷ്യൻസിന് അനുകൂലമായ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കൊടുക്കുന്നത് ആരാണ്, റിസപ്ഷനിസ്റ്റ് ആണ്. ദെൻ അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി ഡയഗ്നോസ്റ്റിക്, അതായത് നമ്മുടെ മറ്റു ഇൻവെസ്റ്റിഗേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലബോറട്ടറി, നമ്മുടെ ലബോറട്ടറി സേവനങ്ങൾ ഇത്രയൊക്കെയാണ്, ഇന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും,
നിങ്ങൾക്ക് വാട്സപ്പ് വഴി കിട്ടും, അല്ലെങ്കിൽ SMS വഴി നിങ്ങൾക്ക് മെയിലായിട്ട് കിട്ടും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് അറിയിക്കേണ്ടതുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം വരുന്നത് ആരാണ്? നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ്. എമർജൻസി പേഷ്യന്റ് കേസ് നമ്മൾ നേരത്തെ പറയാണ്, അങ്ങനെ പേഷ്യൻസിനെ കൊണ്ടുവന്നാൽ ഇപ്പൊ ഇൻ കേസ് എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് കാണുമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ സമീപിക്കാം. നിങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടതാണെങ്കിൽ ഡോക്ടറിനെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്ന രീതിയിൽ ചീറ്റ് എടുത്താൽ മതി. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പർപ്പസുകൾ ഉണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും ഇംപ്രഷൻ ആയിട്ടുള്ള ഓവറോൾ ഇംപ്രഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ ഈ പേഷ്യൻസ് അനുകൂലമായിട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ്. അവരുടെ ഒരു ഫംഗ്ഷൻ ആണുള്ളത്. Then next cash collection. അതേമാതിരി നമ്മൾ നേരത്തെ പറഞ്ഞു ബില്ലിംഗ് സ്റ്റാർട്ടിങ് തുടങ്ങിയ തന്നെ ബില്ലിംഗ് ഉണ്ടാവും. അപ്പൊ അതെന്താണെന്ന് നോക്കാം. The registered amount to be collected from the guest and should be deposited to the cash at the end of the day or before closing the counter hand over to the person. അതായത് നമുക്കറിയാം കളക്ഷൻ എപ്പോഴും ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ 24 hours റണ്ണിങ് ആണ് അല്ലെ. റിസപ്ഷനിസ്റ്റ് ആണെങ്കിലും നമുക്കറിയാം എപ്പോഴാണ് കേസുകൾ വരുന്നതെന്ന് അറിയുന്നത്. അതനുസരിച്ച് പേഷ്യൻസിനെ കൊണ്ട് നമ്മൾ പോകും. അപ്പൊ ഹോസ്പിറ്റലിൽ അതനുസരിച്ചുള്ള ബില്ലിങ്ങും കാര്യങ്ങളും നടക്കും. അപ്പൊ സാധാരണയായിട്ട് എന്താണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ ആ ദിവസത്തെ കളക്ഷൻ അത് നെക്സ്റ്റ് ഡ്യൂട്ടിക്ക് ഒരു അടുത്ത ഡ്യൂട്ടിക്ക് വരുന്ന പേഴ്സൺ വന്നേക്ക് മുമ്പ് അത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് രജിസ്റ്റർഡ് എമൗണ്ട് to be collected from the guest and should be deposited to the cash at the end of the day or before closing the counter hand over to the other person. Other person hand over ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ അവസാനമോ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് കളക്ഷനിൽ നടക്കുന്നത്. Then informations enquiry handling. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ rudeness is a weak person's attempt at strength. ഇതൊരു ചെറിയ കോട്ടിങ്ങോടുകൂടി പറയാണ്. അതായത് നമ്മുടെ ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗ് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടാവണം നമ്മൾ പറയാം. സാധാരണ ഇൻഡസ്ട്രിയിലുള്ള സർവീസ്മെൻ അല്ല ഇവിടെ വരുന്ന ഫ്രണ്ട് ഓഫീസിലുള്ള വ്യക്തിക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റിൽ ഒരു കോട്ടിംഗ് വേർഡ് ആയിട്ട് പറയുന്നത്. rudeness is a വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. അതായത് പരുഷത എന്ന് പറയുന്നത് ഒരു ദുർബല വ്യക്തിയുടെ ശ്രമഫലമാണ്. അതായത് ഈ വ്യക്തിയുടെ ശ്രമഫലമാണ് കുറെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനെടുക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഒരു കോട്ടിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾ വെറുതെ ജസ്റ്റ് വായിച്ചു പോകാനുള്ളതുകൊണ്ടാണ്. ഇനി പിന്നെ പറയുന്നു വി കൺസിഡറേറ്റ് ഫ്രണ്ട്ലി ആൻഡ് കോർട്ടിയസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ പോയിന്റുകളൊക്കെ തന്നെയാണ്. അതായത് അവരെ എപ്പോഴും ഒരു പരിഗണിക്കുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിരുന്ന രീതിയിലൂടെ അല്ലെങ്കിൽ കോർട്ടിയസ് ഒരു വിനയത്തോട് കൂടിയിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ആളായിരിക്കാം ആര് റിസപ്ഷനിസ്റ്റ്. എങ്കിൽ മാത്രമേ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. തന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നു പ്രാക്ടീസ് കോർട്ടസി സേ പ്ലീസ്. ഓക്കെ, അതിൽ പറയുന്നത് മര്യാദ എന്നുള്ള രീതിയിൽ നമുക്ക് കോർട്ടീസ് എന്നുള്ള മീനിങ് എടുക്കാം. വിനയത്തോടുകൂടി മര്യാദയോടുകൂടി എന്നൊക്കെ പറയുന്നു. പ്രാക്ടീസ് കോർട്ടസി മര്യാദയൊക്കെ നമ്മൾ പറയാമോ അല്ലെ, പ്ലീസ് ഒന്നുകൂടെ പറയാമോ, വാട്സ് മോർ പ്ലീസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ അവർ നമ്പറൊക്കെ പറയുമ്പോൾ പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമർ നമ്പറൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ നമ്മൾ മര്യാദ ലാംഗ്വേജ് ഉപയോഗിക്കാം. സേ പ്ലീസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതായത് റിസപ്ഷനിസ്റ്റിന് ഉപയോഗിക്കാവുന്നതാണ്. Then explain do it പേഷ്യന്റിൽ നമ്മൾ എപ്പോഴും ക്ഷമയോട് കൂടിയിട്ട് അല്ലെ. നമുക്ക് അറിയാം പല വികാരങ്ങൾ നിറഞ്ഞ വ്യക്തികളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ പ്രകടീഷനൊക്കെ ആയിട്ട് വന്നേക്കുന്ന വ്യക്തികളൊക്കെ ആവുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവര് പെട്ടെന്ന് നമ്മൾ പറയുന്ന ആ രീതിയിലൊന്നും ആയിരിക്കില്ല അവര് മറുപടികളൊന്നും പറയുന്നത്. അപ്പൊ അവരോടൊക്കെ എന്താണ് നമ്മുടെ ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് ഏബിൾ ആയിരിക്കണം. അത്രയുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. പിന്നെ അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്. ഇൻ കേസ് എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ അക്കോമഡേഷൻ പോലെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ കാഴ്ചപ്പാടുകളെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ അലൗ ക്രിറ്റിസിസംസ്. അപ്പൊ അതായത് നമ്മൾക്ക് സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന മാതിരി തന്നെയാണ് അവരുടെ എന്തെങ്കിലും വിമർശനങ്ങൾ കേൾക്കാനുള്ള ക്ഷമയും ഉണ്ടായിരിക്കാൻ പറയുന്നത്. ചിലപ്പോൾ അവര് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും വിമർശനങ്ങളും വരാം. അപ്പൊ അതും നമ്മൾ അനുവദിക്കണം എന്നുള്ളതാണ് എന്ത് അടുത്ത ഫംഗ്ഷൻ ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗ് ഫംഗ്ഷനിൽ പറയുന്ന ലാസ്റ്റ് പോയിന്റ്. ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ട് മേക്കിംഗ്. സെൻസസ് റിപ്പോർട്ട്, അതർ റിപ്പോർട്ട്സ്. അതായത് ഇവിടെ നമുക്കറിയാം ചില കേസുകളിലൊക്കെ ആണെങ്കിൽ സെൻസസ് ഇപ്പൊ നമുക്ക് കോവിഡിന്റെ പശ്ചാത്തലത്തിലൊക്കെ ചിലപ്പോൾ ഇത്ര പേഷ്യൻസിന് ഇത്ര
കാര്യങ്ങളൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ മരണം സംഭവിച്ചു, അല്ലെങ്കിൽ നമുക്ക് കുട്ടികളാണെങ്കിൽ ജനന റിപ്പോർട്ട് അല്ലെങ്കിൽ മരണ റിപ്പോർട്ട്, അങ്ങനെ എന്തെങ്കിലും ഇത്രയും സിറ്റീസിന്റെ ഇത്രയും ജോബായ പേഴ്സൺസ് പിന്നെ കുറച്ച് സെൻസസ് ഒക്കെ എടുക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ അത്തരം റിപ്പോർട്ടുകളെല്ലാം നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ദെൻ അതർ റിപ്പോർട്ട്സ് മറ്റേതെങ്കിലും കേസ് മാനേജ്മെന്റ് പറയുകയാണെങ്കിൽ പേഷ്യൻസ് എത്തരത്തിലുള്ള പേഷ്യൻസ് ആണ് വന്നത്, അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്തെങ്കിലും മാനേജ്മെന്റിനും എന്ത് വേണമെങ്കിലും നിർദ്ദേശിക്കും അല്ലെ. അപ്പൊ അവര് കൊടുക്കുമ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള റിപ്പോർട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരം റിപ്പോർട്ടുകളെല്ലാം ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് റിസപ്ഷനിസ്റ്റിന്റെ ആ ഒരു കടമ തന്നെയാണെന്ന് പറയുന്നത്. അതൊക്കെ അവരുടെ ഫംഗ്ഷനിൽ പറയുന്ന കാര്യമാണ്. അപ്പോ സെൻസസ് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലില് സെൻസസ് നടക്കും. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ജനന റിപ്പോർട്ട് ഇപ്പോൾ ഇത്രയും ടൈമിനുള്ളിലുള്ള ജനന മരണ നിരക്കോ അതിന്റെ കേസ് എന്തെങ്കിലും നമുക്കറിയാം, ഇപ്പൊ പകർച്ചവ്യാധിയൊക്കെ വ്യാപിക്കുന്ന ടൈമാണെങ്കിൽ നമ്മൾ പറയും ആ ഹോസ്പിറ്റലിൽ ഇത്രയും റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ കോവിഡിന്റെ സമയത്ത് ഫോർ എക്സാമ്പിൾ എടുത്താൽ മതി, നമ്മൾ എപ്പോഴും റിപ്പോർട്ടിൽ കേൾക്കും അല്ലെ, ഇത്രയും പേരെ സ്ഥിരീകരിച്ചു, ഇത്രയും മരണ നിരക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്തു. അതെല്ലാം ആ റിപ്പോർട്ടുകൾ ആ സെൻസസ് കളക്ട് എടുക്കുന്നത് ഇതുവഴിയാണ് എന്നുള്ളതാണ്. അതായത് റിസപ്ഷനിസ്റ്റ് ആണ് അതൊക്കെ എടുത്തു കൊടുക്കുന്നത്. താരീഫ് പറഞ്ഞു, നമ്മൾ പറഞ്ഞു താരീഫ് എന്ന് പറയുമ്പോ സാധാരണയായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഓക്കെ സെക്കൻഡ് ഫംഗ്ഷൻ ഒന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്, നമുക്ക് ഗസ്റ്റിന് കൊടുക്കേണ്ട, അതായത് കസ്റ്റമറിന് കൊടുക്കേണ്ട കുറെ വിവരങ്ങളുണ്ട് അല്ലെ. സാധാരണയായിട്ട് നമ്മൾ കുറെ പേഷ്യൻസിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ മാത്രമേ തന്നെ കുറച്ച് ഇൻഫോർമേഷൻസ്, കുറച്ച് വിവരങ്ങൾ നമ്മൾ ഗസ്റ്റിന് അതായത് പേഷ്യൻസിന് കൊടുക്കേണ്ടതായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് താരിഫ് ഫസ്റ്റ് വൺ പറയുന്നത്. നമുക്ക് നികുതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ഇതിലാണെങ്കിലും GST കൂടിയ ബില്ലിംഗ് ഒക്കെയാണ് നടപ്പാകുന്നത്. അപ്പൊ GST-യുമായിട്ട് ഇന്ന GST വരാം. ചില കേസുകളിലൊക്കെ നമുക്കറിയാം CGST SGST എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബില്ലിംഗ് സമ്പ്രദായം ഉള്ളത്. അതായത് കേരള ഗവൺമെന്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടാക്സ് ആണ്. അപ്പൊ SGST വരും, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ള ആ ഒരു മീനിങ്ങിൽ അതാണ് വരുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടാക്സ്. അതായത് CGST എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കേണ്ട ടാക്സ് ആണ്. അപ്പൊ അങ്ങനെ വേറിട്ട് നമ്മൾക്ക് പരിചയപ്പെടുത്തി തരും, എന്ത് നമ്മുടെ റിസപ്ഷനിസ്റ്റ് പരിചയപ്പെടുത്തി തരും. പിന്നെ ഈ ബില്ലില് നിങ്ങൾക്ക് ഇത്രയും പേയ്മെന്റ് നിങ്ങൾ നികുതിയായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കേസ് ചിലപ്പോൾ ഓപ്പറേഷന് വിധേയമാക്കുമ്പോൾ ചിലപ്പോൾ എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ, ഇതിന് ഇത്രയും നികുതിയുടെ ആവശ്യം എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ അത് ഇവിടെ തന്നെയല്ലേ കേരള ഗവൺമെന്റിലൊക്കെ ചില സംഭവങ്ങൾ ചിലപ്പോൾ ആണെങ്കിൽ മറ്റ് അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ നമ്മൾ എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത് സെൻട്രലി അവര് ടാക്സ് പേ ചെയ്യേണ്ടതൊക്കെ ആയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള നികുതി പിരിവും കൂടി ഉണ്ടായി എന്നുള്ള കാര്യം അവര് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ സീനിയർ സിറ്റിസൺ ക്ലബ് നമുക്കറിയാം, ഇത്രയും ഏജ് ഓവർ ആയിട്ടുള്ള ചില വ്യക്തികളൊക്കെ ഉണ്ട്, ക്ലബിലെ മെമ്പർഷിപ്പ് ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ ചില ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതർ പാക്കേജസ്, ചില ഇൻഷുറൻസ് പാക്കേജുകളോ എന്തെങ്കിലും ഡിഡക്ഷൻസ് അല്ലെങ്കിൽ രോഗികൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കണം. ദെൻ അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി ഡയഗ്നോസ്റ്റിക്, അതായത് നമുക്ക് ലാബില് ചിലപ്പോ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സമയം ഉണ്ടാകും. അപ്പൊ അത് വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ അതിന്റെ മെസ്സേജ് വരും. അതല്ലെങ്കിൽ ഞങ്ങൾ ഇത് അറ്റാച്ച് ചെയ്ത് വെച്ചോളാം, നിങ്ങളുടെ ഡോക്ടറിനെ നെക്സ്റ്റ് ഡേ വിസിറ്റ് ചെയ്താൽ മതി. ഓൾറെഡി നിങ്ങളുടെ റിസൾട്ട് ഇതിനോട് കൂടിയിട്ട് ഡോക്ടറിന്റെ ഇതിനോട് കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള അല്ലെങ്കിൽ രോഗനിർണയം, ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രോഗനിർണയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോയി അത് ചെയ്യാം അല്ലെ, പരിശോധിക്കാം. അങ്ങനെയൊക്കെയുള്ള കുറെ സൗകര്യങ്ങള് ആനുകൂല്യങ്ങള് എന്തൊക്കെയാണ് എന്നുള്ളത് ഇൻഫോർമേഷൻസ് ഗസ്റ്റിന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് പറയുന്നത്. എമർജൻസി ഇൻപേഷ്യന്റ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. പെട്ടെന്ന് നമ്മൾക്ക് ഒരു ഹോസ്പിറ്റലിൽ വന്ന് കാലത്ത് പോയി തിരിച്ചു പോയി കഴിഞ്ഞാൽ തിരിച്ച് പെട്ടെന്ന് തന്നെ കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിക്കാം അല്ലെ, നിങ്ങൾ ഇവിടുത്തെ ഡോക്ടറിനെ കണ്ടതല്ലേ, അപ്പൊ നിങ്ങൾക്ക് അതുവഴി ഇങ്ങനെ ചീട്ട് പേ ചെയ്യേണ്ടതായിട്ടൊന്നും വരില്ല. നിങ്ങൾക്ക് അവിടെ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ആ ഡോക്ടറെ നിങ്ങൾ കാണിച്ചാൽ മതി, നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും, ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വരില്ല. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പേഷ്യൻസിന് ഗസ്റ്റിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള പക്ഷമാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ നമ്മള് പറഞ്ഞത് ഫങ്ഷൻസ് ആണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. നമ്മൾ വൈറ്റ് ഫങ്ഷൻസ് പറഞ്ഞു, അതോടൊപ്പം തന്നെ
ഹോസ്പിറ്റലിലുള്ള നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ ഫ്രണ്ട് ഓഫീസിലെ കോൺഫറൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. Then next എന്ന് പറയുന്നത് ഡു യു നോ വൈ കസ്റ്റമർ ലീവ്. നിങ്ങൾ അതായത് അതിൽ ഒരു പെർസെന്റേജ് കണക്കിൽ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു മത്സരത്തോടു കൂടിയിട്ടാണ് ഇപ്പൊ ഹോസ്പിറ്റലിലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമർ ഒരാൾ ഇവിടെ നിന്ന് വിട്ടുപോവുക എന്ന് പറയുന്നത് അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നഷ്ടമാണ്. അപ്പൊ അത് ഏതൊക്കെ രീതിയിൽ കസ്റ്റമർ നമ്മളിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് 1% ഉണ്ടായിരുന്നു സാധാരണ രീതിയിൽ. 1% പേഷ്യൻസ് ചിലപ്പോൾ മരണത്തോടു കൂടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു പോകാം. 3% എന്ന് പറയുന്നത് മൂവ് എവേ. അവര് ചിലപ്പോൾ ചില ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിന്റെ കുറവ് കൊണ്ട് ചിലപ്പോൾ ഡോക്ടേഴ്സിനെ ഡിസൈഡ് ചെയ്യും, തീരുമാനിക്കും നിങ്ങൾ ഇന്ന സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിപ്പോ ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ അതിനനുസരിച്ച് കൊണ്ടുപോകേണ്ടത്. അപ്പൊ അത്തരത്തിൽ 3% അങ്ങനെ മറ്റു ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വരും. then 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്. നമുക്കറിയാം ഇപ്പൊ സാധാരണയായിട്ട് നമ്മള് എന്താണ് സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കസിൻസ് ഒക്കെ പറയാറ് നല്ല ഒരു ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടറാണ് അവിടെ, അപ്പൊ അവിടുത്തെ സേവനം അതായത് പെട്ടെന്ന് തന്നെ കഷ്ടം മാറുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അവരോട് കൂടി അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മള് അവിടേക്ക് പോകാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ബിയറിങ് അവരോട് കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ അവര് പറയാണ് നമ്മളൊരു ഹോസ്പിറ്റൽ അതാണെന്ന് തോന്നുന്നു, നമ്മൾ എന്ത് ചെയ്യും അത് അങ്ങോട്ടേക്ക് പോകും. അപ്പൊ ആ റിലേഷൻഷിപ്പിന്റെ ബേസിൽ നമ്മൾ 5% എങ്കിലും ചിലപ്പോൾ മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകാം. then leave for competitive reasons. നമുക്ക് അറിയാം ചില മിക്കവാറും എല്ലാ കാര്യത്തിലും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എന്താണ് ഏറ്റവും നല്ലത് എന്താണോ അതാണ് പൊതുവെ ചൂസ് ചെയ്യുന്നത്. നല്ല ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ അവിടെ നല്ല സേവനങ്ങളുണ്ട്, ഇതേമാതിരി എല്ലാ പ്രശ്നങ്ങളും കയറുമ്പോൾ ഡോക്ടറിന് ഫീസ് ഒന്നും ചോദിക്കുന്നില്ല. ഇൻ കേസ് ഒരു ഇത്രയും ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഫീസ് ചോദിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവിടെ എന്താ പറയുക ലാബിലാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ട്, എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് ആയിട്ട് അല്ലെ ഇവിടെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ആനുകൂല്യം മറ്റൊരു ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാനായിട്ട് എന്താ കസ്റ്റമർ താല്പര്യം. അതൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മത്സരത്തിനോട് കൂടിയ ഒരു കാരണത്താലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു 50% പേരും ചിലപ്പോൾ മറ്റു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. then 14% are dissatisfied with the product or service. 14% വ്യക്തി എന്ന് പറയുന്നത് സർവീസിന്റെ പ്രോഡക്റ്റിന്റെയും സർവീസിന്റെയും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇത് എന്താ പറയാ ഭയങ്കര ഡൗൺ ആയിട്ട് അല്ലെ ഭയങ്കര സ്മൂത്ലിയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഡോക്ടറാണ് വിസിറ്റ് ചെയ്യുന്നത് ഭയങ്കര നന്നായിട്ടൊന്നും പരിശോധിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും മാറ്റർ കൊണ്ട് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് താല്പര്യം. അതാണ് പറയുന്നത് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. ആ പ്രോഡക്റ്റിനോടോ അല്ലെങ്കിൽ ആ സേവനത്തിനോടോ എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുമ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കും. then 68% leave because of rude or discourteous services. അതായത് നമ്മുടെ 68% ഏറ്റവും ബിഗ് ആയിട്ടുള്ള ശതമാനം എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ആ ഒരു സർവീസിന്റെ മര്യാദയില്ലാത്ത എന്ന് പറയുന്നത് എന്താ പറയാ പരുഷമായ ഒരു പെരുമാറ്റം, അങ്ങനെയുള്ള രീതി, അതാണ് ഡിസ്കോർട്ടിയസ് എന്ന് പറഞ്ഞ മര്യാദയില്ലാത്ത പെരുമാറ്റം ഒക്കെയാണ് അവിടെ സേവനങ്ങളാണെങ്കിലും. ഇപ്പൊ റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ചാണെങ്കിലും അദ്ദേഹം മര്യാദ നല്ല വിനയത്തോടു കൂടിയിട്ടൊക്കെയുള്ള സമീപനമാണ് കാഴ്ചവെക്കേണ്ടത് എന്നുള്ളതും കൂടിയാണ് ഇതിൽ പ്രധാനമായിട്ടും ആലോചിക്കേണ്ടത്. 68% ലീവായി പോകുന്നത് എന്താണ്, ഹോസ്പിറ്റലിലെ നല്ല രീതിയിലല്ലാത്ത ഒരു പെരുമാറ്റത്താലാണ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഇവിടെ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകളുടെ ഒരു പെർസെന്റേജ് ആണ് ഇവിടെ പറഞ്ഞത്. പെർസെന്റേജ് ഡൈയാവാം. 3% എന്ന് പറയുന്നത് മൂവ് എവേ, എന്തെങ്കിലും കാരണം കൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞാവാം. 5% എന്ന് പറയുന്നത് എന്തെങ്കിലും റിലേഷൻഷിപ്പിന്റെ ബേസിലാവാം. 9% എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് റീസൺ കൊണ്ടാവാം. 40% എന്ന് പറയുന്നത് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും സേവനങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയത് കൊണ്ടാവാം. 60% എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റത്തിന്റെ മര്യാദയോടുള്ള പെരുമാറ്റത്തിന്റെ കൊണ്ടുള്ള സംഭവം കൊണ്ടാവാം മറ്റൊരു ഹോസ്പിറ്റൽ തെരഞ്ഞെടുക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ കസ്റ്റമർ വാണ്ട്സ് യു ടു. നിങ്ങൾക്ക് ഓക്കെ അല്ലേ, കണ്ടിന്യൂ ചെയ്യാലോ, പോയിന്റുകളാണ് ഇത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്
കസ്റ്റമർ വാണ്ട്സ് യു ടു. എന്താണ് കസ്റ്റമർ ആഗ്രഹിക്കുന്നത്? നമ്മൾ ഞാൻ പറഞ്ഞു എങ്ങനെ ഇന്ന കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, ഇവിടെ നിന്ന് ലീവായി പോകുന്ന കാര്യം അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു. അതുമാതിരി തന്നെ ഇതിലും കുറച്ച് വലിയ വലിയ പോയിന്റ്സുകളാണ് എല്ലാവരും ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കസ്റ്റമർ എന്താണ് സാധാരണയായിട്ട് പേഷ്യൻസിനെ കസ്റ്റമർ എന്താണ് ആഗ്രഹിക്കുന്നത്? കസ്റ്റമർ പറയുന്നത് ഗ്രീറ്റ് അല്ലെ, നമ്മൾ അവര് നല്ല രീതിയിലുള്ള വെൽക്കം, നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്തു, രാജാക്കന്മാരെ പോലെ വെൽക്കം ചെയ്യണം. അതായത് ഒക്കെ നമ്മൾ വെൽക്കം ചെയ്യാനുള്ള ഒരു മര്യാദ കാണിക്കുക. വാല്യൂ നമുക്കൊരു അല്ലെ പേഷ്യൻസ് ഏത് പേഷ്യൻസ് ആണെങ്കിലും അവര് ഒരു പ്രാധാന്യമുണ്ടോ, അവര് വില കൽപ്പിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമകളാണെന്നുള്ള ആ ഒരു വില കസ്റ്റമർ ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് ആരാഗ്രഹിക്കുന്നത്? കസ്റ്റമർ അല്ലെ പേഷ്യൻസ് ആഗ്രഹിക്കുന്നത്. കേസ് അവർക്കൊക്കെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു അൺവെല്ലായിട്ടുള്ള പേഷ്യൻസ് ആണ് മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ കടന്നു വരിക. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെ, എന്തെങ്കിലും ചിലപ്പോൾ ബാത്റൂം കൊണ്ടായിരിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ചെയർ ഇട്ട് കൊടുക്കേണ്ടതായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ദയനീയമായ എന്തെങ്കിലും ബെഡ്ഷീറ്റ്സിന്റെ തരാം എന്നുള്ള. ഓക്കെ, ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് വെൽക്കം ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഹെൽപ്പ് നമ്മൾ കൊടുക്കുക. തന്നെ ലിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ കേൾക്കാനായിട്ടുള്ള അല്ലെ, ഇപ്പൊ പേഷ്യൻസ് ആണെങ്കിലും കസ്റ്റമർ ഗസ്റ്റ് ആണെന്നുള്ള രീതിയിലാണെങ്കിലും ആരാണെങ്കിലും അവരെ കേൾക്കാനല്ലേ, അപ്പൊ കെയറിലിരിക്കുന്ന റിസപ്ഷനിസ്റ്റ് അവരൊന്ന് കേൾക്കാനുള്ള ഒരു മര്യാദ കാണിക്കുക. അതാണ് ആരാഗ്രഹിക്കുന്ന കസ്റ്റമർ ആഗ്രഹിക്കുന്നത്. then invite back in case നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മൾ തിരിച്ചു വരാനുള്ള ഒരു മര്യാദ നമ്മുടെ മൈൻഡിലേക്ക് ഈ ഹോസ്പിറ്റൽ കൊള്ളാം, ഇനി എന്തെങ്കിലും അസുഖം ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ, ആ ഒരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള നല്ല പെരുമാറ്റം ആ റിസപ്ഷനിസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് കിട്ടണം അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, അത് വീണ്ടും വരാനുള്ള ഒരു നിങ്ങൾ ഇനിയും എന്തെങ്കിലും വൈകാരിക എന്തെങ്കിലും വരിക തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ സേവനം കാഴ്ചവെക്കാം. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? സംതിങ് ആർക്കെങ്കിലും മാത്രമാണോ? ഓക്കെ, ഗ്രേറ്റ്. എല്ലാവർക്കും അങ്ങനെയുള്ളത് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. നോക്കാം. ഗ്രേറ്റ്, വാല്യൂ, ഹെൽപ്പ്. ഓക്കെ, നോക്കാം. ഗ്രേറ്റ്, വാല്യൂ, ഹെൽപ്പ്, ലിസൺ. എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. നോക്കാം. ഗ്രേറ്റ്, വാല്യൂ, ഹെൽപ്പ്, ലിസൺ, ഇൻവൈറ്റ് ബാക്ക്. അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമ്മള് കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് വെൽക്കം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാം, പേഷ്യൻസിനെ കേൾക്കാം, അല്ലെങ്കിൽ വില കൽപ്പിക്കണം, അല്ലെങ്കിൽ എന്താണ് വീണ്ടും വരാനായിട്ടുള്ള ആഗ്രഹം ധരിപ്പിക്കുന്ന ആ രീതിയിലായിരിക്കണം അവർ പെരുമാറുന്നത്. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ കസ്റ്റമർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പോയിന്റ് ചെയ്ത് പറയുന്നത്. നെക്സ്റ്റ് കുഴപ്പമില്ലാണ്, വെറുതെ പോയിന്റ്സ് കാണിച്ചേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഫോർ ഔട്ട് പേഷ്യന്റ് ഏരിയ ഓഫ് ഏരിയ. അതായത് നമ്മളുടെ ഫ്രണ്ട് ഓഫീസിൽ ഇത് ഏതൊക്കെ രീതിയിൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാലോ. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ പല സ്ഥലത്തും റിസപ്ഷനിസ്റ്റിന്റെ ഏരിയാസ് കാണാറുണ്ട്. ഇപ്പൊ നമുക്ക് ഇൻ കേസ് ഒരു ക്ലിനിക്ക് ആണെങ്കിൽ കൂടിയും ഒരു ഡെന്റൽ ക്ലിനിക്ക് ആണെങ്കിലും അവിടെ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഏരിയ ഉണ്ടാകും. കാരണം അവരെ കസ്റ്റമേഴ്സിനെ വരുന്നതനുസരിച്ച് റെക്കോർഡ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാനും എന്തൊക്കെ ഇൻഫോർമേഷൻസ് അല്ലെ ഇതിനെ പറ്റിയിട്ട് ഇൻഫോർമേഷൻസ് കൊടുക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് പറയുന്നത്, ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ അപ്പൊ എന്താണ് പല പല സെക്ഷനിലായിട്ടും ഈ റിസപ്ഷനിസ്റ്റിന്റെ ഏരിയാസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് പറയുന്നത് ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയാസ് OPD ആർ മെയിൻ റിസപ്ഷൻ. സാധാരണയായിട്ട് മെയിൻ റിസപ്ഷനിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ റിസപ്ഷൻ കൗണ്ടർ ഉണ്ടാവും. ദെൻ കൺസൾട്ടേഷൻ റൂം, ഇപ്പൊ ഇൻ കേസ് ഓരോ ഡോക്ടേഴ്സ് ആണെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴും അവിടെ എല്ലാം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻ കേസ് നിങ്ങൾ നോക്കുക കുറെ പേഷ്യൻസ് ഉണ്ട്, ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അവർക്കും ഒരു പ്ലേസ്മെന്റ് ഇത് കൊണ്ട് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. നമ്മൾ ക്രമപ്പെടുത്തിയിട്ട് വേണം ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ. അപ്പം ഹോസ്പിറ്റലിലെ മൊത്തത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടാവും. നെക്സ്റ്റ് വേറെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വീണ്ടും റിസപ്ഷൻ ഏരിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ ഡയഗ്നോസ്റ്റിക് ECG, എക്കോ, MRI, CT സ്കാന്, സാമ്പിൾ കളക്ഷൻസ്. അതായത് നമ്മൾ എന്തെങ്കിലും രോഗനിർണയവുമായി ബന്ധപ്പെട്ട് ECG എടുക്കാൻ, സ്കാൻ ചെയ്യാന്, MRI സ്കാൻ, CT സ്കാൻ, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളിലും നമുക്ക് എന്താണ് ഒരു കൗണ്ടർ ഉണ്ടാവും അല്ലെ. നമുക്ക് എത്രയും പേഷ്യൻസ് ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സമയം അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെയും എന്താണ് ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഏരിയ ഉണ്ടാവും എന്നുള്ളതാണ്.
മറയിലൊക്കെ വെച്ച് ഇങ്ങനെ ഒരു സ്കാനിങ് ഉണ്ട്. അത് മൊത്തത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട് സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട്. നമ്മളിവിടെ വിളിച്ച് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസ് തീരില്ല. അതിന് സെപ്പറേറ്റ് കാര്യങ്ങളാണ്. നമ്മുടെ ബോഡി ഫുൾ ചെക്കപ്പിനാണ് MRI സ്കാൻ ഒക്കെ വരുന്നത്. ഓക്കെ, ഇത് നമ്മളിവിടെ പഠിക്കുന്നത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഇവിടെ ഫ്രണ്ട് ഓഫീസ് ഇങ്ങനെയുള്ള സെക്ഷൻസുകളിലെല്ലാം നമ്മുടെ ഡയഗ്നോസ്റ്റിക്കുമായി രോഗനിർണയവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള സെക്ഷനിലെല്ലാം തന്നെ ചിലവർക്കൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. ചില സെപ്പറേറ്റ് വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും ഓരോ സെക്ഷനിലും എന്താണ് നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ ഏരിയാസ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ് നമ്മുടെ ഏരിയാസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് പറയുന്നത് ഓരോ സെക്ഷനായിട്ട് അവർ ജസ്റ്റ് ഫ്രണ്ട് ഓഫീസിന്റെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. ഇനി ഇതിൽ നോക്കാം, വേറെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ ചലഞ്ചസ് ഓഫ് ഫേസ്ഡ് ബൈ എ ഫ്രണ്ട് ഓഫീസ്. അതായത് ഈ ഇതിൽ എന്തൊക്കെ ചലഞ്ച്, നമ്മളിപ്പോ ഇത്രയും നേരം കുറെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എത്തിക്കാം, അങ്ങനെ ഉണ്ടായിരിക്കണം, കഴിവുണ്ടായിരിക്കണം, ഏബിളായിരിക്കണം എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഏത് ഡ്യൂട്ടിക്കാണെങ്കിലും പറയും അത് അങ്ങനെ എഴുതാൻ മതി, അങ്ങനെ. പക്ഷെ ചിലർക്ക് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ചലഞ്ചസ് എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ തന്നെ അറിയാം. എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാലും അവർക്ക് അതിൻ്റെതായ കുറെ പരിമിതികൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതെന്താണെന്ന് നോക്കാം. മാനേജിങ് പേഷ്യൻസ് എമോഷൻസ്. നമുക്കറിയാലേ പലതരത്തിലുള്ള പേഷ്യൻസ് ആണ്, പല വികാരങ്ങൾ നിറഞ്ഞ പേഷ്യൻസ് ആയിരിക്കും വരുന്നത്. ചിലരൊക്കെ വളരെ എന്താ പറയുക, നമ്മൾ സൈലന്റ് ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നമ്മൾ ചെറിയ സപ്പോർട്ടിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ചില പേഷ്യൻസ് ഒക്കെ പക്ഷെ അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ വയലൻസ് കാണിക്കാനായിട്ട് സാധ്യത അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സാധ്യതയുള്ള പേഷ്യൻസ് ഒക്കെ വരുമ്പോഴെന്താണ് അവരെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരൊക്കെ കെയർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അതൊരു ചലഞ്ചസ് ആണ് പറയുന്നത്, ഒരു വെല്ലുവിളി തന്നെയാണെന്ന് പറയുന്നത്. പിന്നെ ഹാൻഡ്ലിംഗ് ഓഫ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വേറ്റ്. അതായത് നമ്മുടെ കോൾ വോളിയം ഇപ്പൊ നമുക്ക് അറിയാം, കുറെ ഫോണിന്റേതായ കുറെ മര്യാദകളുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്കറിയാം റിസപ്ഷനിസ്റ്റിന്റെ ആ ഇതിലെ സെക്ഷനിൽ ഒരുപാട് പേര് എൻക്വയറിയിൽ ചിലപ്പോൾ കാര്യവിവരങ്ങൾ ചോദിക്കാനൊക്കെ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ റിസപ്ഷനിസ്റ്റ് വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അതോടൊപ്പം തന്നെയായിരിക്കും ഈ ഫോൺ കോളുകളും വരുന്നത്. അപ്പൊ ഈ ഫോൺ കോളുകളെ നമുക്ക് മര്യാദയോട് കൂടിയിട്ട് അവിടെയും എഡ്യൂക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മര്യാദ കീപ്പ് ചെയ്യുക അല്ലെ. വിളിക്കുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ, അവരോട് കേൾക്കാനായിട്ട് നമ്മൾ സന്നദ്ധരായിരിക്കണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നതും ഭയങ്കര ചലഞ്ചസ് തന്നെയാണ് വരുന്നത്. നമുക്കറിയാം ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ ചിലപ്പോൾ ഫോണും ഹാൻഡിൽ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നേരിട്ടുള്ള എൻക്വയറീസിന് മറുപടി പറയേണ്ടത് വരും, ചിലപ്പോൾ പേഷ്യൻസിനോടും നമ്മൾ എന്താ പറയേണ്ടത്, എന്തെങ്കിലും നമ്മുടെ സമീപനം അല്ലെ, നല്ലൊരു സമീപനം കാഴ്ചവെക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഒരു ചലഞ്ചസ് തന്നെയാണെന്ന് പറഞ്ഞു. തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് സിം. അവരുടെ പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വലിയ തിരക്കുള്ള ടൈമൊക്കെ ആണെങ്കിൽ ചിലപ്പോ കാലാവസ്ഥയുടെ സീസൺ അനുസരിച്ചുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ വെയിറ്റ് ടൈം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ വെയിറ്റ് ടൈം ചില പേഷ്യൻസിന്റെ ഒഴുക്കനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യമുണ്ട്. അവരെ കുറച്ചു പേരെ നിർത്തണമെങ്കിൽ ഇരുത്തേണ്ടതുണ്ടാവും, ചിലപ്പോൾ കുറച്ചു പേർക്ക് ഡോക്ടേഴ്സിനെ കാണാനുള്ള അവസരം കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്യുക എന്ന് പറയുന്നതും ഒരു ചലഞ്ചസ് ആണ്, ഒരു വെല്ലുവിളിയാണ്. പിന്നെ കംപ്ലൈന്റ് റെസൊല്യൂഷൻസ്, പരാതി പരിഹാരം അല്ലെ. നമ്മള് ഒക്കെ കേൾക്കുക മാത്രമല്ല നമ്മൾ മറുപടികൾ പറയുന്നതിനൊപ്പം തന്നെ ഒരുപാട് ചിലപ്പോൾ ഈ പരാതികളും വരുന്നുണ്ടാവും. അപ്പൊ അവർക്കെല്ലാം പരാതികൾക്ക് ആ ഒരു പരിഹാരം കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു 3-4 ചലഞ്ചസ് ഇന്നത്തെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും റിസപ്ഷനിസ്റ്റിന് ഉണ്ടാകുന്ന ചലഞ്ചസ് തന്നെയാണ് അല്ലേ. ഓക്കെ, ഇത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഇല്ല എങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. കാരണം റിസപ്ഷനിസ്റ്റ് ഫ്രണ്ട് ഓഫീസ് എന്നുള്ളത് നമ്മളിങ്ങനെ ഒരു വലിയ ചാപ്റ്ററും കൂടിയാണ്. നമുക്കത് കൈകാര്യം ചെയ്തിട്ട് വേണം അടുത്ത മൊഡ്യൂളിലേക്ക് കിടക്കാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം. മിറ്റിഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദകൾ, അതായത് ഫോൺ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരു മര്യാദ ഉണ്ടല്ലോ. ഫോണിലാണെങ്കിൽ ഉറപ്പായിട്ട് ഭയങ്കര സൗണ്ടിലൊന്നും സംസാരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാലോ, ഇപ്പോൾ ചില ഹോസ്പിറ്റലിൽ ഫോൺ എടുക്കുമ്പോൾ എടുക്കില്ല, ചിലപ്പോൾ എടുത്തിട്ട് എന്താ പറയാ വേറെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും പാടില്ല. അതിനനുസരിച്ച് മര്യാദകൾ കീപ്പ് ചെയ്യണമെന്ന് പറയണം. പൊടിയൊക്കെ ആണെങ്കിലും ക്രമീകരിക്കണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പേജ് വെച്ച് കഴിഞ്ഞാൽ മര്യാദകൾ എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് മെയിൻ ഗോളിലേക്ക് പോകാം.
Okay, your main goal is to have each patient leave with a smile or satisfaction on face and feeling of having been well taken care of by you and your employees colleges. അതായത് നമ്മൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് അറിയാം, ഒരു ഏത് സ്ഥാപനമാണെങ്കിലും എന്താണ് അവർ സാറ്റിസ്ഫൈഡോട് കൂടിയിട്ട് പോവുകയാണ്. അപ്പൊ നെക്സ്റ്റ് ടൈമും അവർ ഈ ഹോസ്പിറ്റൽ സന്ദർശിക്കും എന്നുള്ള രീതിയിൽ പോകുക എന്ന് പറയുന്നതാണ് ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയം. അപ്പൊ ഈ ഹോസ്പിറ്റൽ ആണെങ്കിലും അത് തന്നെയാണ് പറയുന്നത്. മെയിൻ ഗോൾ എന്ന് പറയുന്നത് പേഷ്യന്റ് ലീവ് വിത്ത് എ സ്മൈൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ on their face and feeling of have been well taken care of by you and your employees colleges. അതായത് ഇപ്പൊ റിസപ്ഷനിസ്റ്റും കൂടെ ഉള്ള വർക്കേഴ്സ് അതായത് കോളേജസ് എന്ന് പറയുന്നതാണ് സഹപ്രവർത്തകർ എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ഈ നമ്മളെ ക്ലീനിങ് സെക്ഷൻ എല്ലാവരും അല്ലെ റിസപ്ഷനിസ്റ്റിനോട് ചേർന്നിട്ടുള്ള കൗണ്ടറും അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയുള്ള എല്ലാ എംപ്ലോയീസും വളരെ സ്നേഹത്തോടും മര്യാദയോടും സാറ്റിസ്ഫാക്ഷനോടും കൂടിയിട്ട് ഓക്കെ നമ്മളിപ്പോ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ചിലപ്പോ ഒക്കെ കാണാറുണ്ട്. ഓക്കെ താങ്ക് യു ഉപകാരം അല്ലെങ്കിൽ കുട്ടികളോടും കുശലാന്വേഷണമൊക്കെ നടത്തിയിട്ടൊക്കെ വീട്ടിൽ കാണാറുണ്ട്. അപ്പൊ അത്രയും നല്ല രീതിയിൽ സ്മൈലോടും സംതൃപ്തിയോടും കൂടിയിട്ട് ഇവരെ പറഞ്ഞയക്കുക, പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയക്കുക എന്ന് പറയുന്നതായിരിക്കണം എന്ത് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം, മെയിൻ ഗോൾ ആയിരിക്കണം ആരുടെ റിസപ്ഷനിസ്റ്റിന്റെ എന്ന് പറയുന്നത്. മെയിൻ ഗോൾ എന്ന് പറയുന്നത് യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യൻസ്. ഞാൻ ഒരു വൺ ടൈം പറഞ്ഞായിരുന്നു എറ്റിക്കേറ്റ് എന്ന് പറഞ്ഞാൽ മര്യാദകൾ എന്നാണ്. ഫോൺ എറ്റിക്കേറ്റ് എന്ന് വെച്ചാൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന മര്യാദകൾ നമ്മൾ പറഞ്ഞില്ലേ. ഭയങ്കര വോയിസിനോട് കൂടിയിട്ട് അല്ലെങ്കിൽ വെയിറ്റിംഗ് ഒരുപാട് നേരം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുക, എന്തെങ്കിലും മ്യൂസിക് വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഉള്ള ഇതുകളൊന്നും ആയിരിക്കരുത്. നമ്മള് നിശ്ചിത വോളിയത്തോട് കൂടിയിട്ട് നല്ല മര്യാദയോട് കൂടിയിട്ട് അവരോട് റെസ്പോണ്ട് ചെയ്യാവുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചസ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവർക്കും മറുപടികളെ നമ്മുടെ മുന്നിലിരിക്കുന്ന പല വ്യക്തികളുണ്ടാവും. ചിലപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ആയിരിക്കും ഫോൺ വിളിക്കുന്നത്. അപ്പൊ ആ ഫോൺ വിളിക്കുന്നതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് ആ മര്യാദയും പാലിക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റ് റിസപ്ഷൻ കൗണ്ടറിൽ വന്ന് നമ്മളോട് ചോദിക്കുന്ന വ്യക്തിയോട് സംസാരിക്കേണ്ടതുണ്ടാവും. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണെന്ന് പറയുന്നത്. അതെല്ലാം കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ചില നേരത്തെ ഇങ്ങനെ ചില ഫോണുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാ ചിലപ്പോൾ റിസപ്ഷനിസ്റ്റിന് നമുക്ക് അവിടെ വന്നിരിക്കുന്ന കൗണ്ടറിൽ വന്നിരിക്കുന്ന പേഷ്യൻസിനോട് നമുക്ക് മറുപടികൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഭയങ്കര ലൗഡിൽ ഇങ്ങനെ വച്ചിട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഇവർക്ക് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണത്. അത് ഒരിക്കലും അങ്ങനെ ഒരുപാട് ഒച്ച പിടിപ്പിച്ചുകൊണ്ട് എപ്പോഴും ഫോൺ ഇങ്ങനെ വെങ്ങിക്കൊണ്ടിരിക്കരുത്. പക്ഷെ അതും ഇതിനൊക്കെ കൂടി ഒന്നിച്ച് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ്. ഇനി എന്തെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മെയിൻ ഗോൾ നമ്മൾ പറഞ്ഞു. എന്തായിരിക്കണം പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു. ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. അപ്സെറ്റ് കസ്റ്റമേഴ്സിന്റെ എന്താണ് ഡീലിങ്സ് എന്നുള്ളത് പറയാം. ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻസ്. അതായത് ആദ്യം തന്നെ നമ്മള് കുറെ നേരത്തെ പറഞ്ഞു ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മള് നല്ല കാമായിട്ട് കൂടിയിട്ട് അവരെ കേൾക്കണം, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ നമ്മൾ കുറെ പറഞ്ഞു. ഇതേ സമയം ചില അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സും വരും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു അവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവരെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി എന്താണെന്നുള്ളതാണ് അവിടെ പറയുന്നത്. ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. അവരാദ്യം തന്നെ കേൾക്കും അല്ലെ. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിലും അപ്സെറ്റ് മൈൻഡുകളോട് കൂടിയിട്ടാണ് വരുന്നത് എങ്കിലും അവരെ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മള് ആദ്യം തന്നെ ഫസ്റ്റ്ലി ലിസൺ ചെയ്യുക, അവരെ കേൾക്കുക, അവരുടെ എന്താണ് പ്രോബ്ലം കേൾക്കുക, അതിന്റെ ഓഫർ സൊല്യൂഷൻ. അതിനുശേഷം എന്താണ് സൊല്യൂഷൻ, എന്താണ് അതിന് വഴി എന്നുള്ള കാര്യം നിർദ്ദേശിക്കുക. Then if you cannot solve the problem, ask your supervisor or superior to solve the problem, offer alternatives. അതായത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കാം. അതായത് റിസപ്ഷനിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന നോക്കാം. ഇപ്പൊ യു ക്യാനോട്ട് സോൾവ്, നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം, ആസ്ക് യുവർ സൂപ്പർവൈസർ, നമ്മുടെ മേലാധികാരിയെ അല്ലെ നമ്മൾ അവരോട് സംസാരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുകളിലുള്ള പൊസിഷനിലുള്ള വ്യക്തിയോട്, സുപ്പീരിയർ ആയിട്ടുള്ള വ്യക്തിയോട് നമ്മൾ എന്താ പറയുക ഈ പ്രോബ്ലം ഒന്ന് സംസാരിക്കുക. ടു സോൾവ് ദ പ്രോബ്ലം. അതിനുശേഷം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ, അതിനെ പരിഹരിക്കാൻ പറ്റുമോ നോക്കാം. ഓഫർ ഓൾട്ടർനേറ്റീവ്സ്. ഇൻ കേസ് നമുക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന ഓൾട്ടർനേറ്റീവ്സ്, ഇന്ന ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക്, ഇന്ന ഒരു പരിഹാര മാർഗം നിങ്ങൾക്ക് തേടാവുന്നതാണ് എന്നുള്ള നിർദ്ദേശം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് എന്താ നമ്മുടെ അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. സാധാരണ നോർമലി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വ്യക്തിത്വമുള്ള കസ്റ്റമേഴ്സ് ആണ് വരുന്നതെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണ്.
ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുറെ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് എടുത്ത് പോകുന്നത്. നോക്കാം, കണ്ടിന്യൂ ചെയ്യാലോ. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് മാനേജ്മെന്റ് ഡെസ്ക്, അതിൽ എന്താണെന്ന് നോക്കാം. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് എന്താ പറയുന്നത് നോക്കാം. ലീഡ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ വരുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചോട് കൂടിയിട്ടുണ്ടോ അല്ലെ, നല്ല നിങ്ങളുടെ അസുഖം മാറാനായിട്ട് സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഡോക്ടറെ കാണാം, ഇന്ന മാർഗങ്ങളൊക്കെ ഉണ്ട്, ഇന്ന സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കണം. ആരാണ് പേഷ്യൻസ്, ഏത് പേഷ്യൻസ് ആണെങ്കിലും അവർക്കത് പകർന്നു കൊടുക്കണം. റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്വയറീസ്. അത് നമ്മള് എന്തിനും റെസ്പോണ്ട് ചെയ്യാം അല്ലെ. നമ്മളോട് ചോദിക്കുന്ന റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനും ഉടനെ തന്നെ നമ്മൾ ഇൻസ്റ്റന്റ്ലി ഉടനെ തന്നെ നമ്മൾ മറുപടി കൊടുക്കണം, റെസ്പോണ്ട് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. നമുക്കറിയാലോ ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റോടാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുക. കാർഡിയോളജിസ്റ്റ് എവിടെയാ, അല്ലെങ്കിൽ അവിടെ ഏത് ഡോക്ടറാണ്, അല്ലെങ്കിൽ ന്യൂറോ സർജൻ ഉണ്ടോ, ന്യൂറോളജി ഏത് ഡോക്ടർ ഏത് ദിവസമാണ്, അങ്ങനെ എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഇവരോട് ചോദിക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരം റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കും. Then they have a list of doctors and employees along with their numbers. അതേപോലെ തന്നെ അവിടെയുള്ള ഡോക്ടേഴ്സ്, അവിടെയുള്ള എംപ്ലോയീസ് അല്ലെ, എന്തെങ്കിലും അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ എംപ്ലോയീസിനെ കുറിച്ചും ഡോക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് ഒക്കെ ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അവർക്ക് അതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. Then it should never be hungry while receiving a call. നമ്മളൊരിക്കലും ഹങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തോട് കൂടി, അതായത് നമ്മളിപ്പോ ഒരു കോള് വരികയാണ് റിസപ്ഷനിസ്റ്റിന്റെ കയ്യിലേക്ക് ഒരു കോള് വരികയാണെങ്കിൽ നമ്മളൊരു ഭയങ്കര അഹങ്കാരത്തോടു കൂടി ഒന്നും സംസാരിക്കരുത്. വളരെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എളിമയോട് കൂടിയിട്ട് നമ്മൾ ആദ്യം കേട്ട് അവർക്ക് മറുപടി കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത്. Then optimize patient's satisfaction, provide time and treatment utilization by scheduling appointments in person or by a. അതായത് നമ്മൾക്ക് പേഷ്യൻസിനോട് നല്ല വശങ്ങളെ കുറിച്ച് അല്ലെ, നമ്മളെ ഹോസ്പിറ്റലിന്റെ ആ നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചിട്ട് പേഷ്യൻസിന്റെ പേഷ്യൻസിന് സംതൃപ്തി ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം. പ്രൊവൈഡ് ടൈം ഇൻ കേസ് നമ്മൾക്ക് ഇപ്പൊ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ പേഷ്യൻസ് വരുമ്പോൾ ഡോക്ടറൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാതെ അവർക്കൊക്കെ ഒരു സമയം അറേഞ്ച് ചെയ്ത് ഇന്ന സമയത്ത് വന്നാൽ നിങ്ങൾക്ക് 11 മണിക്ക് വന്ന ഡോക്ടറിനെ എളുപ്പം കണ്ടുപോകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വന്ന് അല്ലെങ്കിൽ സ്കാൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ വന്നാൽ മതി, അങ്ങനെയൊക്കെയുള്ള ആ ടൈം അതൊക്കെ ചെയ്ത് കൊടുക്കാൻ. ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻ എങ്ങനെയാണ്, നിങ്ങൾക്ക് അത് നേരിട്ട് വന്ന റൂമിൽ അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ വാർഡിൽ വരാം, അങ്ങനെ എന്തെങ്കിലും ഉപയോഗക്രമം ഉണ്ടെങ്കിലും അത് ഷെഡ്യൂളിങ്ങും അപ്പോയിന്റ്മെന്റ്, അതായത് അതൊക്കെ ക്രമീകരിച്ചിട്ട് അപ്പോയിന്റ്മെന്റ്സിനെ പേഴ്സണെ ഒന്നില്ലെങ്കിൽ അവരെ നേരിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ ബൈ ടെലിഫോൺ വഴിയെങ്കിലും അറിയിക്കേണ്ടത് ആ ഒരു എന്താണ് ഒരു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ ഒരു റോളാണ്. അതായത് ആ ഒരു വിങ്ങിലിരിക്കുന്ന വ്യക്തികളാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. എന്താണ്, നിങ്ങൾ ഇന്ന സമയത്ത് വന്നോളൂ, ഇപ്പൊ ഡോക്ടറെ നമുക്ക് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർ ചോദിക്കുകയാണ് ഡോക്ടർ പിരിപ്പിക്കുന്നുണ്ടോ, ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ, റിപ്പോർട്ട് കാണിക്കാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിലാണ് ചോദിക്കുന്നത്. അപ്പൊ അവരാണ് ഇതിനെല്ലാം മറുപടി കൃത്യമായിട്ട് കൊടുക്കുന്നത്. ഇത് കാര്യം തന്നെ ഈ റിസോഴ്സ് ഡെസ്കിൽ വിളിച്ച് ചോദിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതായത് ഡിപ്പാർട്ട്മെന്റിൻ്റെതായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവര് വളരെ മര്യാദയോട് കൂടിയിട്ട് കേട്ടിട്ട് എപ്പോഴും റെസ്പോണ്ട് ചെയ്യാൻ അല്ലെ, ഏത് ചോദ്യം ചോദിച്ചാലും റെസ്പോണ്ട് ചെയ്യാൻ ചെയ്യാൻ തയ്യാറാവണം. ഒന്നുകൂടി ഞാൻ ഡിസ്കസ് ഇവിടെ തുടങ്ങിയാണ് പുതിയതായിട്ട് എടുത്ത് തോന്നിയത്. എനിക്ക് ഒരു ചെറിയ ഭാഗം കൂടെ ഉള്ളൂ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഒരു ടൈമിംഗ് വരെയുള്ള നിങ്ങൾക്ക് നിർത്തിയേക്കാന്നുള്ളത്. കാരണം ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇത് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്കൊന്ന് ജസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്ത് പറഞ്ഞ് അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടത്. തുടങ്ങിയാണ് ഞാൻ ടൈം കൂട്ടി ചെയ്തത്. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മെയിൻ ഗോൾ എന്താണ് സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമർ, ഇതും നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ തുടങ്ങി നോക്കാം, ഒന്നുകൂടി ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇത് തന്നെ വീണ്ടും പോയിന്റ് വരുന്നുണ്ട്, നോക്കാം. റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, അതായത് നമ്മളിതിപ്പോ നമ്മളുടെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ വരുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന കുറെ കാര്യങ്ങൾ. ഇനി അടുത്ത ഒരു റോളുണ്ട് ഹെൽത്ത് ചെക്ക് ഡെസ്കുമായി, അതായത് ചെക്കപ്പുമായി കുറച്ച് കാര്യങ്ങൾ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം. റോൾ ഓഫ് ഹെൽത്ത് റിസോഴ്സ് ഡെസ്കും ചെക്ക് ഡെസ്കും റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കും ടൈമിംഗ്.
ഓക്കെ, ഇത് എല്ലാം ഏകദേശം ഒരു കാര്യം തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഈ റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്കിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ, അതായത് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എന്തെങ്കിലും ഡോക്ടേഴ്സിന് എന്തെങ്കിലും സാധാരണയായിട്ട് നമുക്കറിയാം അസിസ്റ്റന്റുമാരൊക്കെ ആയിരിക്കും ചില ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലെ. അപ്പൊ ഇതെന്താണ്, ഈ അസിസ്റ്റൻസ് ഒക്കെയാണ് ഈ ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യും. അപ്പൊ അത് എല്ലാം അവര് ഫെസിലിറ്റി കസ്റ്റമറിന് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, അതായത് ചെക്കപ്പ് ഒക്കെ നടക്കും. ആൻഡ് കോപ്പറേറ്റീവ് വർക്ക് പിന്നെ കേസ് എന്തെങ്കിലും അന്വേഷണത്തിന് വേണ്ടിയിട്ട് അവര് അതായത് നമ്മൾക്ക് ഹോസ്പിറ്റലിൽ നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് റിപ്പോർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യണം. അതായത് അപ്പൊ അവർക്ക് മെയിൻ ഡോക്ടർ ഇല്ലെങ്കിൽ കൂടി നമ്മൾ എന്തായാലും ചെക്കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ചെക്കപ്പ് ടെസ്റ്റിൽ ചെന്നാല് നമുക്ക് അവരായിട്ട് ഒന്ന് കോപ്പറേറ്റീവിറ്റി ഇരുന്നിട്ട് നമുക്ക് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ് ഇൻ കേസ് നമുക്ക് നെക്സ്റ്റ് ഡേ ചിലരൊക്കെ എന്താണ് മന്ത്ലി ചെക്കപ്പ് അല്ലെങ്കിൽ വീക്ക്ലി ചെക്കപ്പ് ഒക്കെ നടത്തുന്നവരുണ്ടാവും. അപ്പൊ അതിൻ്റെതായ ചെക്കപ്പിന് വേണ്ടി മാത്രം വരുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സമയം അല്ലെ, അത് എപ്പോഴാണ് വരുന്നത് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് എവിടെയാണ് ചെക്കപ്പ് ആണ്. ദെൻ എന്താ പറയണ്ട കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാലോ ഇപ്പൊ ഒരു ചെക്കപ്പിന്റെ റിസൾട്ട് കിട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ മെയിൻ ഡോക്ടറിനെ കാണേണ്ടി വരുന്നത്. അപ്പൊ ഈ പല ചെക്കപ്പിന്റെ ഒക്കെ റിസൾട്ടും കൂടി ഒന്നിച്ച് കൊണ്ട് മെയിൻ ഡോക്ടറിനെ കാണേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്താണ് ഹെൽത്ത് ചെക്ക് ടെസ്റ്റ്. അപ്പൊ അവര് ചിലപ്പോൾ ആണെങ്കിൽ ആ ചെക്കപ്പ് നിർണ്ണയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉണ്ടെങ്കിൽ അതുകൂടി ചെക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് ഇത് കൊണ്ടുപോകാം അല്ലെ. അത്തരം സൗകര്യങ്ങളൊക്കെ പേഷ്യൻസിന് ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ ഹെൽത്ത് ചെക്ക് ടെസ്റ്റ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് ഇൻ കേസ് ചെക്കപ്പിന് ശേഷം ഇതൊക്കെ എവിടേക്കാണ് അയക്കേണ്ടത് അല്ലെ, ഏത് കൗണ്ടറിലേക്ക് ഏത് ഡോക്ടറുടെ ചാർട്ടിലേക്കാണ് അയക്കേണ്ടത് അതെല്ലാം അവര് ഡിസ്പാച്ച് ചെയ്ത് അയക്കുന്നതും എന്താണ് ഹെൽത്ത് ചെക്ക് ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. ഡോക്ടേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം ചില കാര്യങ്ങൾക്ക് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് നമ്മൾ അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക്, അതായത് അത് ഈ കൗണ്ടറുകളാണത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻ കേസ് ചെക്കപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ ഒന്നിച്ചു കൊണ്ടുവരണമെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ് ഹെൽത്ത് ചെക്ക് ടെസ്റ്റുകാരാണ് ചെയ്യുന്നത്. പിന്നെ റിപ്പോർട്ട് ഡിസ്പാച്ച് ടെസ്റ്റ് അതിലെന്താണെന്ന് നോക്കാം. സ്റ്റോറേജ് ഓർ റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രോം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഓരോ വിങ്ങുകളുണ്ട്, കാർഡിയോളജിസ്റ്റിന്റെ ന്യൂറോളജിസ്റ്റിന്റെ അങ്ങനെ ഓരോരുത്തരുടെ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവരുടെ റിപ്പോർട്ടുകളെല്ലാം റിസീവ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്, വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലാവുമ്പോൾ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ന്യൂറോളജിസ്റ്റിന്റെയും കാർഡിയോളജിസ്റ്റിന്റെയും അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ റിപ്പോർട്ടുകളൊക്കെ ചിലപ്പോ ഒന്നിച്ച് കളക്ട് ചെയ്തിട്ടായിരിക്കും ഡോക്ടറിനെ കാണാൻ പോകുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് ഡിസ്പാച്ച് ടെസ്റ്റ് ആണ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോർഡിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെക്കപ്പിന് വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് പറഞ്ഞത്. ഇതെന്താ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞാൽ റിപ്പോർട്ടുകളെല്ലാം ഒന്നിച്ച് വെക്കും. റിപ്പോർട്ട്സ് സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാ റിപ്പോർട്ടുകളും എല്ലാം സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നത് എവിടെയാണ്, ഈ റിപ്പോർട്ട് ഡിസ്പാച്ച് ലിസ്റ്റിലാണ്. ഓക്കെ, ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു ചെക്കപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റിപ്പോർട്ട്സ് ഒക്കെ അവിടെ നിന്നൊക്കെ ഇരിക്കേണ്ടതുണ്ടെങ്കിൽ ഒക്കെ അവരത് എടുത്തുകൊണ്ടിരിക്കും. പക്ഷെ എല്ലാ റിപ്പോർട്ടുകളും എവിടെയാണ്, റിപ്പോർട്ട് ലിസ്റ്റിലാണ് ഡിസ്പാച്ച് ചെയ്ത് വെക്കുന്നത്. പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ടൈം ടു ദ ക്ലയന്റ്. ഇപ്പൊ പേഷ്യൻസ് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റിപ്പോർട്ട് കാണണം, പിന്നെ കാർഡിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട് കാണാം, അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിന്റെ റിപ്പോർട്ട് കാണാം. അപ്പൊ റിപ്പോർട്ടിംഗ് കൗണ്ടറിലേക്ക് ചെന്നിട്ട് നമ്മൾ നമ്മുടേതായ ആവശ്യം അവരോട് പറയുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് ആ റിപ്പോർട്ട് ക്ലയന്റിന്, അതായത് കസ്റ്റമറിന് ആവശ്യപ്പെടുന്ന രീതിയിൽ അവര് കാണിച്ചു തരും, പ്രൊവൈഡ് ചെയ്തു തരും. പിന്നെ മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓൺ ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ, അതായത് അവരുടെ റിപ്പോർട്ടുകളെല്ലാം സ്വീകരിച്ചതിന് ശേഷം ആർക്കൊക്കെയാണ് കൊടുത്തിരിക്കുക അല്ലെ. നമുക്ക് പറയാം ചില ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അതൊക്കെ വേണ്ടി വരും, അപ്പൊ അത് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ റിപ്പോർട്ടിൽ നിന്നാണ് അത് അയച്ചു കൊടുക്കുന്നത്. ഏത് ഡോക്ടർക്കാണോ ആ ഡോക്ടറിന്റെ ഇതിലേക്ക് വെക്കും. അതിനുശേഷമാണ് ഡോക്ടറെ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ റിപ്പോർട്ടുകളെല്ലാം എവിടെയാണ്, നമ്മുടെ റിപ്പോർട്ട് ഡിസ്പാച്ച് ലിസ്റ്റിലാണ് വരുന്നത്. അത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ചിലപ്പോൾ ക്ലയന്റിന്റെ ആവശ്യത്തിന് കാണിക്കാൻ കൊടുക്കും, ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ കാര്യത്തിന് കൊടുക്കും. അതെല്ലാം സ്വീകരിച്ചു വെക്കുന്നത് എവിടെയാണ്, റിപ്പോർട്ട് ഡിസ്പാച്ച് ലിസ്റ്റിലാണ്.
ടൈമിംഗ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫ്രണ്ട് ഓഫീസർ പ്രൊവൈഡ്സ് പേഷ്യൻസ് കെയർ റൗണ്ട് ദ ക്ലോക്ക് ദാറ്റ് ഈസ് 24 hours. അതായത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ദ സ്റ്റാഫ് വർക്ക്സ് ഇൻ 3 ഷിഫ്റ്റ്സ്. സാധാരണയായിട്ട് 3 ഷിഫ്റ്റ് ആയിട്ടാണ് സാധാരണയായിട്ട് അവർ വർക്ക് ചെയ്യാറ് അല്ലെ. ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ 24 hours വർക്കിംഗ് ആണ്. അപ്പോൾ ആ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് 3 ഷിഫ്റ്റ് ആയിട്ട് മാറി മാറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതില് നമ്മള് എന്താണ് ഒന്നും കൂടി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ തുടങ്ങിയാണ്. അതായത് റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഇതിൽ പറയുന്നത് പ്രധാനമായിട്ടും നമ്മള് ചെക്കപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആനുകൂല്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മള് എൻക്വയറിക്ക് വരുന്ന നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ മേഖലയിലേക്ക് വരുന്ന മാതിരി തന്നെയാണ്. അവിടെ എന്തെങ്കിലും ചെക്കപ്പ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എൻക്വയറീസിന് ഇവിടെ ചെല്ലുമ്പോൾ അവരിങ്ങനെ കൃത്യമായിട്ട് ചെയ്യും. നിങ്ങൾ അവിടെ റിസപ്ഷനിസ്റ്റിന്റെ ഏരിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെയുള്ള ഹോസ്പിറ്റലിന്റെ സർവീസുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ എന്നാണ് അവിടെ പറയുന്നത്. റിസോഴ്സ് ഡെസ്ക് അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന റിപ്പോർട്ടുകൾ കിട്ടും. പിന്നെ അതിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അവർ കൃത്യമായിട്ട് സമയത്തിന് മറുപടി കൊടുക്കണം. അതേമാതിരി പറയുന്നത് എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചോദിച്ചറിയാൻ പറ്റും. പിന്നെ അവിടെ എന്താണ് വീണ്ടും അവിടെ എത്രത്തോളം ഡോക്ടേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് അസിസ്റ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ അവരോടൊക്കെ വളരെ മാന്യമായ രീതിയിൽ ദേഷ്യപ്പെടാതൊക്കെ സംസാരിക്കണം. അതായത് പേഷ്യൻസിനോട് കസ്റ്റമേഴ്സിനോടൊക്കെ അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കാം. ഏത് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്, ആ ഹെൽത്ത് കെയർ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പ്രധാനമായിട്ടും അറിയുന്ന ഒരു വിങ് ആണ്. അവിടെ പോയാലാണ് കൂടുതൽ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസും കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ്. അവരെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് അതിനുള്ള ടൈമുകൾ ട്രീറ്റ്മെന്റിന്റെ സമയം അലോട്ട് ചെയ്യും. എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഷെഡ്യൂൾ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ഈ ഡെസ്കിലാണ്. ഇവിടെ ചെക്കപ്പുമായി കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് ഡെയിലി ചെക്കപ്പ് ആണെങ്കിലും വീക്ക്ലി ചെക്കപ്പ് ആണെങ്കിലും മന്ത്ലി ചെക്കപ്പ് ഒക്കെ ആണെങ്കിലും അതൊക്കെ ഇങ്ങനെ ക്രമീകരിക്കുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ചെക്കപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവരും കൂടി ഏകോപിപ്പിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യേണ്ടത് ആ കറക്റ്റ് ആയിട്ടുള്ള സമയക്രമം ഇതെല്ലാം എന്താണ് ഇവിടെയാണ് നടക്കുന്നത്. ചെക്കപ്പുമായിട്ടുള്ള കാര്യം ഇവിടെ ഡിസ്പാച്ച് ഡെസ്ക് എന്ന് പറയുന്നത് നമ്മുടെ റിപ്പോർട്ടുകൾ, നമ്മുടെ എല്ലാ ചെക്കപ്പുകളുടെയും റിപ്പോർട്ടുകൾ ഇവിടെയാണ്. ഓരോരുത്തർക്ക് ആവശ്യമുള്ള റിപ്പോർട്ടുകൾ അവർ കൊടുക്കും. ഇപ്പൊ ക്ലയന്റ് ആവശ്യപ്പെട്ടാലും കൊടുക്കും. അതേമാതിരി തന്നെ ഡോക്ടേഴ്സിന് വീണ്ടും കാണേണ്ടി വരുമ്പോഴും ആ റിപ്പോർട്ടുകൾ കൂടെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ ആ റിപ്പോർട്ടിൽ നിന്നും കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത്. പിന്നെ ടൈമിങ് സാധാരണ രീതിയിൽ ആണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമ്മുടെ ഒരു വലിയൊരു ചാപ്റ്റർ ആണ് ഇത്. എനിക്ക് എന്താ പറയുക, നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സ്പീഡിൽ പോകേണ്ടത്. മറ്റു ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് വളരെ പതിയെ പോയാൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് തേർഡ് പോയിന്റ് റോൾ ഓഫ് ദ ചെക്കപ്പിന്റെ അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. അതായത് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ട അപ്പോയിന്റ്മെന്റ് അത് എപ്പോഴാണ് സമയക്രമം ഇപ്പൊ കുറെ പേരുണ്ടാവുമല്ലോ ചെക്കപ്പിന് വരുന്നത്. അപ്പൊ അവര് നിങ്ങൾക്ക് 11 മണിക്ക് വരാം, മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആഫ്റ്റർനൂൺ കൊടുക്കാം. അങ്ങനെയുള്ള ആ ടൈമിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. പോയിന്റ് കോർഡിനേറ്റ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ചെക്കപ്പ് നടത്തുമ്പോൾ ചിലപ്പോൾ മറ്റൊരു റിപ്പോർട്ടും കൂടി കിട്ടിയിട്ട് വേണമായിരിക്കും ചിലപ്പോൾ ഇതിൽ ചെക്കപ്പ് നടത്തണമെങ്കിൽ. അതും കൂടി ആ ഡിപ്പാർട്ട്മെന്റിലെ റിപ്പോർട്ടും ഒക്കെ കൂടി കണക്ട് ചെയ്തിട്ട് വേണം ഈ ചെക്കപ്പിന് വേണമെങ്കിൽ അതിന്റെ ഇത് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ടായിരിക്കും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കോർഡിനേഷൻ ഉണ്ടാവും. അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ഒരു ഏകോപിപ്പിക്കേണ്ട കോർഡിനേറ്റിംഗ് തന്നെ ഏകോപിപ്പിക്കാം. മറ്റു ഡിപ്പാർട്ട്മെന്റും കൂടി കൂടിക്കലർന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണിത്. നെക്സ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് ഇത്ര സ്പീഡ് എടുക്കേണ്ട വരുന്നതാണ് തോന്നുന്നു. പതിയെ പോകാൻ പറ്റുമെന്ന് തോന്നണം. നമ്മളിപ്പോ 2-3 ക്ലാസ് ആയി ഇത് തന്നെ ഒരു ടീച്ചറുടെ അവർ കൂടുതൽ കിട്ടിയിട്ടും നമുക്കിത് വലിയ ചാപ്റ്റർ ആയിരുന്നു. മറ്റൊരു ടീച്ചറിന്റെയും കൂടി ആയിരുന്നു ഇത്. പക്ഷെ നമുക്ക് ഇച്ചിരി ഫസ്റ്റ് മൊഡ്യൂളിൽ തിരിക്കാനൊരു അവസരം കിട്ടിയ കാരണം നമ്മൾ കിട്ടേണ്ട വന്നതാണ്. അപ്പൊ നമുക്കിത് നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി തിരിക്കാൻ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും.